നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള CPM-ന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ആരംഭിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി നാളെ ചേരും. വിവരങ്ങൾ നൽകുന്നത് സെയ്ഫ് സൈലാബിദ്ദീൻ തന്നെയാണ്. സെയ്ഫ്, CPI ഒരു ഭാഗത്ത് കമ്മിറ്റിയെ നിയോഗിച്ച് തോൽവി പഠിക്കുകയാണ്. CPM അവരുടെ കമ്മിറ്റികളിലൂടെ ഇതേക്കുറിച്ചുള്ള ചർച്ചകളും നടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? CPM-ന്റെ സംസ്ഥാന നേതൃയോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിംഗ് ആണ്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിംഗ് ആണ് പ്രധാനപ്പെട്ട അജണ്ടയെങ്കിലും നിലമ്പൂരിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയം കൂടി പരിഗണനയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമായിട്ടാണ് CPM അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് യുവമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാളായ M. സ്വരാജിനെ തന്നെ അവിടെ മത്സരത്തിന് ഇറക്കിയത്. പക്ഷേ അവിടെ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. അൻവർ ഏതാണ്ട് 20,000-ഓളം വോട്ട് പിടിച്ചെടുത്തു. അതിൽ ഇടതുമുന്നണിയുടെ വോട്ട് കൂടി ഉണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ CPM നേതൃത്വത്തിനുണ്ട്. ആ വോട്ടുകൾ പോയത് അൻവറിനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണോ എന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ CPIയുടെ കാര്യം സൂചിപ്പിച്ച പോലെ CPM-ഉം കരുതുന്നത് ഈ തോൽവി പരിശോധിച്ച് അതിന് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ വേണമെങ്കിൽ തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ അടുത്ത തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ കഴിയുകയുള്ളൂ. സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലേക്ക് ആ പരിഗണനാ പട്ടികയിൽ ചില മാറ്റങ്ങൾ കൂടി വരുത്തണമെന്ന് CPM നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർത്ത് വരികയാണ്. അതിൻ്റെ വർധനമടക്കമുള്ള കാര്യങ്ങൾ CPM നേതൃത്വത്തിൻ്റെ പരിഗണനയിൽ ഉണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും 2 ദിവസമായിട്ട് സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുന്നത്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിംഗിൽ ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാത്ത PK ശ്രീമതി ഇന്ന് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിംഗ് ആയതുകൊണ്ടാണ് അവർ പങ്കെടുക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ചർച്ചകളിലേക്ക് CPM നേതൃത്വം കടക്കും. അത് തോൽവി പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും കമ്മിറ്റിയെ നിയോഗിക്കണമോ വേണ്ടോ എന്ന കാര്യമൊക്കെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നോഫൽ, സെയ്ഫ് സൈലാബിദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.